അതാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ബന്ധം. അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടോ, നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അല്ലാതെ നമ്മൾ നാട്ടുകൂടെ പോരെ നടന്നിട്ടൊന്നൊരു കാര്യമില്ല. പുരക്ക് ചെന്ന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനമാണ്? അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവവും നല്ല സ്നേഹവും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടുകാർക്കാണ്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണ വീട്ടുകാരെ പോലെ പോകും. അതാ സംഭവിക്കുന്നത്. നമ്മളത് കൊടുക്കണം. അതിൽ പിശിക്കരുത്. പെണ്ണുങ്ങളും പിശിക്കരുത്. ഭർത്താക്കന്മാരോട് നല്ല നിലക്ക് സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറയാം. നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നെന്നൊരു പെണ്ണുങ്ങളുടെ പ്രകൃതത്തിൽ അങ്ങനെയുണ്ടെന്ന് തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുമ്പോഴൊക്കെ വാക്കൊക്കെ പിന്നെ ആലോചിക്കുക, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. എന്നാലും ഒന്ന് നന്നാക്കി പറയും. തങ്ങൾ പറഞ്ഞു, മാ ഖദബ മൻ അസ്ലഹ ബൈന തനൈൻ. രണ്ടാളുകളെ മസ്ലഹത്ത് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ചിരി നുണയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചത് നുണയല്ല. എങ്ങനെ? രണ്ടാളും കണ്ട അങ്ങോട്ടോട് കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനത്തെ പിന്നെ മൂപ്പർക്ക് നിങ്ങളോട് നന്നാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളത് വീട്ടിലേക്ക് വരുമ്പോൾ ഇറക്കി വിട്ടാലോ എന്ന് പേടിച്ചിട്ടാ. അവിടെ പറയും, പുറത്ത് പോയിട്ട് പറയാം തന്നെ നിങ്ങളോട് നന്നാവണമെന്ന് മൂപ്പർക്കുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളെ മനസ്സിലും അങ്ങനെയാണ്. അവർ കണ്ടുമുട്ടുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയും. അവർ നന്നാവും. ഇയാൾ പറഞ്ഞ നുണയായിരിക്കും ചിലപ്പോൾ. രണ്ടാൾക്ക് അങ്ങനെ പൂതി ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ ആ നുണ പറഞ്ഞത് നുണയല്ല. എന്തേ? അത് രണ്ടാളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വഹദീസുൽ മർഇ മഅ സൗജതിഹി. ഒരു ഭാര്യയോട് തന്റെ ഭർത്താവ് പറയുന്നതും, പിന്നെ വഹദീസുൽ മർഅതി മഅ സൗജിഹാ, ഒരു ഭർത്താവിനോട് ഭാര്യ പറയുന്നതിലും ഇച്ചിരി ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ എങ്ങനെ, നിങ്ങൾ എന്നായിട്ട് ഏറ്റവും നല്ല പുതിയാപ്പിളാന്നൊക്കെ പറയും ഇവിടെ. അപ്പൊ ഇയാൾ അങ്ങോട്ട് ഇവിടെ, നിന്റെ അത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണിന് എനിക്ക് ഭാഗ്യല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ശരിക്കും ശരിക്കും ആ നോണയൊക്കെ പറയണ്ടാവുക. പക്ഷെ അതിൽ കുഴപ്പമില്ല. പിന്നെ ഓവറായിട്ട് സോപ്പിട്ടാൽ കള്ളി പൊളിയിട്ടോ. ഒരു പാകത്തിനെ പറയാൻ പറ്റുള്ളേ. എല്ലാത്തിനും ലെവലുണ്ടല്ലോ. ഒരു ഓവറാവരുത്, എങ്ങണ്ടല്ലോ തോന്നരുത് അവർക്ക്. ഇതെന്തിനാണെന്നറിയോ? സ്നേഹം ഉണ്ടാവാൻ അതൊക്കെ ആവശ്യമാണ്. ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും എഴുതി വിടും. അപ്പോൾ അവരിപ്പോൾ പോകും. പിന്നെ എന്ത് നമ്മൾ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറയാ. 60 വയസ്സാകുമ്പോഴേക്കും ഉമ്മ കോലായിലും വാപ്പ വടക്കണിയിലും ഇങ്ങനെ കിടക്കണ്ട. രണ്ടാളും ഒരു റൂമിൽ തന്നെ കിടന്നോ, ഒരു കുഴപ്പമില്ല. എന്നാലും മക്കൾ എന്ത് ഈ മക്കളൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് രണ്ടാൾക്കല്ലേ, ഇനിയിപ്പോ എന്ത് വിചാരിക്കാനാ? ഒരുമിച്ച് കിടക്ക്. നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? നാണക്കേട്. രണ്ടാളും ഒരു റൂമിൽ 2 കട്ടിലിടുക. നിങ്ങൾ ആ മൂലക്ക് എന്നെ തൊടാൻ വരരുതേ. പൊന്നാരോ 60-70 കഴിഞ്ഞിട്ട് എന്ത് തൊട്ടാലും എന്ത് സംഭവിക്കാനാ? അതുകൊണ്ട് പേടിക്കേണ്ട, ഒരുമിച്ചിരിക്കേ. നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ മരണം വരെ കഴിയുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. ശരീരം കൊണ്ട് അകലുമ്പോ മനസ്സുകൊണ്ട് അകലും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സുകൾക്ക് പൊരുത്തമുണ്ടാകാൻ പറയുന്ന വാക്കുകളിൽ ഇച്ചിരി കളവ് കയറിപ്പോയാലും അത് നുണയായിട്ട് അള്ളാഹു എഴുതൂലെന്നും അതിന് കൂലിയുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? നമ്മുടെ വീടുകൾ സുരക്ഷിതമാവണം. നമ്മുടെ വീടുകൾ സന്തോഷത്തിന്റെ വിളനിലകളാവണം. ഇപ്പോ ഭാര്യയെ ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യ, ഇവർക്ക് വേണ്ട നാട്ടുകാരാണ്. അങ്ങനെ ആവരുത്. ഇത് വലിയൊരു ദുരന്തമാണ്. സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടുണ്ടായ വലിയൊരു ദുരന്തം. എല്ലാവരുടെ ഭർത്താവിന് റൊമാൻസ് ഇല്ല എന്ന് ഭാര്യ. എന്റെ ഭാര്യ അങ്ങനെ ഉരുട്ടിപ്പോവല്ലേ എന്ന് ഭർത്താവ്. എവിടെ? എന്തിനങ്ങനെ പറയണം? ആ പറച്ചില് കൊണ്ട് തകരുന്നത് എത്ര വലിയ സ്വത്വമാണ്, എത്ര വലിയ പുണ്യമാണ്, എത്ര വലിയ ദീനിന്റെ സ്തംഭമാണ് നമ്മൾ തകർത്ത് കളയുന്നത്. വീടെന്നത് സ്വർഗമാണ്. അല്ലാഹു നമ്മുടെ വീടുകൾക്ക് സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബജീവിതത്തിലൂടെ പറഞ്ഞു തന്ന ഈ സ്നേഹബന്ധങ്ങളൊക്കെ, ആ സ്നേഹമാണ് നമ്മുടെ മക്കളുടെ മേൽ പെയ്തിറങ്ങുന്ന കരുണയായി. ഈ സ്നേഹമാണ് മാറുന്നത്. തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ആ ഭർത്താവെന്ന് ജനിച്ച മക്കൾക്ക്, ആ ഉമ്മക്ക് വാരിക്കോരി കൊടുക്കാൻ പറ്റും. തന്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന പെരുമാറ്റവും നല്ല ബഹുമാനവും ആദരവും തന്റെ ഭർത്താവിന് അനുഭവിക്കുമ്പോൾ ആ മക്കള്, ആ വീട്ടിൽ ജനിക്കുന്ന മക്കള് സന്തുഷ്ടരാണ്. രണ്ടുപേരും അവരെ സ്നേഹിക്കും. മക്കളെ എങ്ങാനും നമ്മൾ സ്നേഹിക്കാതെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ സാധ്യത കൂടുതൽ. എന്തേ? എന്റെ ഉമ്മയും വാപ്പയും എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെയോ അത് നാട്ടുകാരിൽ നിന്ന്, എന്റെ സ്കൂളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് കിട്ടണം എന്നവര് വിചാരിക്കും. അതിനിടവരുത്തരുത്. ഉമ്മമാർ, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അഅറാഖി. ഉമ്മ എന്നത് ഏറ്റവും നല്ല മദ്രസയാണ്.
ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ സ്കൂളാണ്, ആദ്യത്തെ ദർസാണത്, ആദ്യത്തെ പള്ളിക്കൂടമാണത്, ആദ്യത്തെ അറബി കോളേജ്, ആദ്യത്തെ കോളേജ്, എല്ലാം ഉമ്മയാണ്. ഉമ്മയാണ് എല്ലാം. ആദ്യത്തെ പാഠശാല ഉമ്മയാണ്. എന്തൊരു നല്ല അർത്ഥവത്തായ വാക്കല്ലേ അത്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഏറ്റവും നല്ല വീടായി നമ്മുടെ വീട് മാറും, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മ ഏറ്റവും നല്ല മദ്രസയായി മാറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ അത് മനസ്സിലാക്കി, താബിഉകൾ അത് മനസ്സിലാക്കി. വലിയ വലിയ മഹാരഥന്മാരായ ആളുകൾ ലോകത്ത് ഉടലെടുത്തത് നല്ല ഉമ്മമാരിലൂടെയാണ്. ഉമ്മമാരുടെ പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കി. ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കി. നല്ല ഹൈ ഫീസുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുകൊണ്ട് മാത്രം ആയില്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. എപ്പോഴും ദ്വാരക്കും. നമുക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴൊക്കെ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ സമൂഹത്തിന് ദ്വാരക്കണം. എല്ലാവരും ഉൾക്കൊള്ളിക്കണം. അതും കൂടെ പറയാം. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബം അങ്ങനെ മാത്രം ചുരുങ്ങിപ്പോവരുത്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സഹോദരി സഹോദരന്മാരായി ഭൂമി ലോകത്തുള്ള സർവർക്കും വേണം. എല്ലാവർക്കും സന്തോഷം വരണം. എല്ലാവരും റാഹത്തിലാവണം. ലോകത്ത് യുദ്ധമുണ്ടാകരുത്, ലോകത്ത് അതിക്രമങ്ങൾ ഉണ്ടാകരുത്, കലാപങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തോ ലോക മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മമാരുടെ പ്രാർത്ഥനയാണ്. 4 വയസ്സുള്ളപ്പോൾ മഹാനായ ബുഖാരി ഇമാമിന്റെ ഉമ്മയുടെ ബുഖാരി ഇമാം എന്ന ആ കൊച്ചുമോൻ, ബുഖാരി ഇമാമിന്റെ പേരെന്താ? മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഞാൻ ഇന്നിപ്പോൾ രാത്രി പോയി, നാളെ ഉച്ചയോടുകൂടെ നാളെ മഗ്രിബോടുകൂടെ എത്തുന്നത് ബുഖാരി ഇമാമിന്റെ നാട്ടിലേക്കാണ്. സമർഖന്ദിലാണ് മഹാന്റെ മഖാമുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. ഇമാം ബുഖാരി തങ്ങളുടെ ഖബർ എവിടെയാണ്? സമർഖന്ദിലാണ്. 4 വയസ്സുള്ളപ്പോ, ചില റിവായത്തിൽ 2 വയസ്സായിരുന്നപ്പോ കണ്ണിന്റെ കാഴ്ച, വസൂരി പിടിപെട്ടതാ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ബുഖാരി ഇമാമിന്റെ കാഴ്ച പോയി. കാഴ്ചയുള്ള ഒരാൾക്കത് നഷ്ടപ്പെടുന്നത് ഭയങ്കര പ്രയാസമാണ്, അല്ലെ? ഷുഗർ വന്നിട്ടോ അല്ലാതെയൊക്കെ. അല്ലാഹു അത്തരം അസുഖങ്ങൾ വന്നവർക്ക് അല്ലാഹുവേ നീ വളരെ പെട്ടെന്ന് ആ കാഴ്ച തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. നിനക്കതിന് കഴിയുമല്ലോ റബ്ബേ. ശിഫ കൊടുക്കണേ റബ്ബേ. അത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബുഖാരി ഇമാമിന് അനുജനില്ല, ജ്യേഷ്ഠനില്ല, ആങ്ങളയില്ല, പെങ്ങളില്ല. ബുഖാരി ഇമാമിന്റെ പിതാവ് ചെറുപ്പത്തിൽ ബുഖാരി ഇമാമ് കുട്ടിയായിരിക്കെ മരിച്ചുപോയി. യതീമായി വളർന്ന മോനാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് ലോക പണ്ഡിത സഭ ഒന്നിച്ച് അംഗീകരിച്ച ലോക പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ആധികാരികതയും സത്യസന്ധതയുടെയും 2ാമത്തെ കിതാബ് സ്വഹീഹുൽ ബുഖാരിയാണ്. ബുഖാരി ഇമാമിന്റെ സ്വഹീഹ് എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ്, ഹദീസുകൾ സമാഹരിച്ചിട്ടുള്ള ലോകത്തിന്റെ പണ്ഡിതൻ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി 4 വയസ്സായപ്പോ കണ്ണിന്റെ കാഴ്ച വസൂരി വന്ന് പിടിപെട്ടപ്പോ പ്രിയപ്പെട്ട ഉമ്മ ദുആ ഇറക്കുകയാണ്. അല്ലാഹുവേ, എന്റെ മോന് കാഴ്ച കൊടുക്കണേ. എന്റെ മോനെ ഞാൻ ഹദീസുകൾ പഠിപ്പിച്ച് നിന്റെ ദീനിന്റെ സംരക്ഷകനായി ലോകത്ത് ദഅവത്ത് ചെയ്യാൻ പറ്റുന്നൊരു ആലിമായി വളർത്തണമെന്ന് ആഗ്രഹമുണ്ടല്ലാ എന്ന് പറഞ്ഞ് സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഉമ്മ ദുആ ചെയ്യുമായിരുന്നു. റബ്ബേ അല്ലാഹുമ്മ റുദ്ദ ബസറ ഇബ്നി, എന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരു രാത്രി ഉമ്മാക്ക് സ്വപ്നം കണ്ടു. ചില ഉത്തരങ്ങളൊക്കെ അങ്ങനെ. ചിലർ നല്ല സ്വപ്നം കാണുന്നവരുണ്ട്. ആ സ്വപ്നം പകല് പോലെ പുലരും ചെയ്യും. ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ മതി, നാട്ടുകാരോട് പറഞ്ഞെടുക്കണ്ട. അത് എന്നുണ്ടാവില്ല, കുറച്ച് സമയം ഉണ്ടാവില്ല, പിന്നെ അങ്ങ് പോവും. ചില സ്വപ്നങ്ങൾ അങ്ങനെ പകല് പോലെ ഫലഖിൽ ഫജ്ർ, പ്രഭാതം പോലെ തെളിഞ്ഞു വരുന്നതാണ് ചില സ്വപ്നങ്ങൾ. ചില സാത്വികയായ പെണ്ണുങ്ങൾ അങ്ങനെ കാണും, ആണുങ്ങൾ കാണുന്നുണ്ടാവും. ചില സ്വപ്നങ്ങൾ കണ്ടാൽ അങ്ങനെ സംഭവിക്കും. ചിലത് അങ്ങനെയാണ്. അത് ആത്മാക്കളുടെ റൂഹുകളുടെ കമ്മ്യൂണിക്കേഷനാണ്. റൂഹുകൾക്ക് നമുക്ക് ആക്സസ് ഇല്ലാത്തത് റൂഹിന് ആക്സസ് ഉണ്ടാവും. അവർക്കത് കാണാൻ പറ്റും, അറിയാൻ പറ്റും നേരത്തെ. ബീവി പറയുന്നു, ബുഖാരി ഇമാമിന്റെ ഉമ്മ പറയുകയാണ്, ഞാൻ സ്വപ്നം കണ്ടു
എൻ്റെ മോന് കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു തിരിച്ചു നൽകുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ മോനെ ഞാൻ ഉറക്കത്തിൽ എഴുന്നേൽപ്പിക്കുമ്പോൾ പറഞ്ഞു, മോനെ അബ്ശിർ, സന്തോഷിക്കണേ മോനെ, സന്തോഷിക്കണേ എന്ന് പറഞ്ഞു. മോനെ, നിന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എനിക്ക് തിരിച്ചു തന്നത് ഞാൻ കണ്ടു മോനെ, അതുകൊണ്ട് കണ്ണ് തുറന്നു നോക്ക് എന്ന് പറഞ്ഞപ്പോ ആ കണ്ണ് തുറന്നുകൊണ്ട് ബുഖാരി ഇമാം എന്ന കൊച്ചുമോൻ മുഹമ്മദ് എന്ന മോന് പറഞ്ഞു, ഉമ്മാ എനിക്ക് നിങ്ങളെ കാണുന്നുണ്ടല്ലോ. ആ കണ്ണിന്റെ കാഴ്ച കിട്ടിയപ്പോൾ ആദ്യം കണ്ടത് ആ ഉമ്മയുടെ മുഖമാണ്. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് മഹാനവറുകൾ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതന്റെ അരികത്ത് ചെന്ന് ഹദീസ് പഠിച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ഹദീസിന്റെ മുഹദ്ദിസുമാരെ കണ്ട് പരിചയപ്പെട്ട് അവരുമായി ഈ കൂടെയിരുന്ന് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഇൽമ പഠിച്ചുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി മഹാനവറുകൾ സമാഹരിക്കുന്നത്, ഹദീസുകൾ സ്വഹീഹുകൾ സമാഹരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണത്. ചില ദഅവത്തുകൾ മുസ്തജാബത്തുൻ, ഉത്തരമുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലിവലദിഹി വദഅവത്തുൽ വാലിദതി ലിവലദിഹാ. ഒരു പിതാവ് മകന് വേണ്ടി ദുആ ചെയ്യുന്നതും ഒരു ഉമ്മ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ഉപ്പയോ ഉമ്മയോ ദുആ ചെയ്യുന്നതും അല്ലാഹു സ്വീകരിക്കാൻ ഏറ്റവും കടപ്പെട്ടതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖും വഅബ്ശിർ, എഴുന്നേൽക്ക് മോനെ, സന്തോഷിച്ചോളൂ. ഫഇന്നി കുൻതു അദ്ഉ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. മുഹമ്മദേ എന്ന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ എന്ന കൊച്ചു ബുഖാരിയോട്, ഇമാം തങ്ങളോട്, അയ്യറുദ്ദല്ലാഹു അലൈക ബസറക് ഫഉഖ്ബിർതു ബി നൗമതി ഹാദിഹി ബിൽ ഇജാബ. ഇന്നലത്തെ എൻ്റെ സ്വപ്നത്തിൽ അല്ലാഹു എനിക്കതിന് ഉത്തരം തന്നിരിക്കുന്നു എന്ന് മഹദി റളിയല്ലാഹു അൻഹ ബുഖാരി ഇമാമിനോട് പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് എഴുന്നേൽക്കുന്നത്. അതൊരു ഉമ്മയുടെ പ്രാർത്ഥനയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. ആ ഉമ്മയാണ് മഹദിയായ ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹാ എന്ന മഹദി. അവർക്ക് ജനിച്ച മോനാണ് അനസ് ഇബ്നു മാലിക്. മാലിക് എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് അനസ് എന്നവരുടെ ഉപ്പ മരണപ്പെട്ടുപോയി. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഒരേ ഒരു മോൻ, അന്ന് 10 വയസ്സാണ് അനസ് എന്നവർക്ക്. മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്ന സമയം, ഹിജ്റ നടന്ന സമയം, അത് ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ 12-നായിരുന്നു. അല്ലാഹുവിന്റെ തർത്തീബ് നോക്കണം. ഹബീബ് മദീനയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലെടുത്ത് വെച്ച അന്നത്തെ ദിവസം തിങ്കളാഴ്ചയുമാണ്, റബീഉൽ അവ്വൽ 12-ആണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇസ്ലാമിക കലണ്ടർ അന്ന് ആരംഭിക്കുക, പക്ഷെ മുഹറം അതിന്റെ തലേ മുഹറം എന്ന് ആരംഭിക്കും. അന്നത്തെ ദിവസം അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീ എന്ന് പറഞ്ഞ ആ ദിവസം റബീഉൽ അവ്വൽ 12 യൗമുൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസമായിരുന്നു. മദീനക്കാർ മുഴുവനും പുണ്യനിബിതങ്ങൾക്ക് സമ്മാനങ്ങളുമായി വന്നപ്പോ ഓരോരുത്തർ ഹബീബിന് സമ്മാനം കൊടുക്കുകയാണ്. അത് മദീനക്കാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. വല്ലാത്ത സ്നേഹമുള്ളവരാണ്. എനിക്ക് മദീനയിൽ അൻസ്വാരിയായ ഒരു സഹോദരനുണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്, മദീനക്കാരനായ തലാൽ എന്ന് പറഞ്ഞ സഹോദരൻ. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ട്, വളരെ സ്നേഹനിധിയായൊരു ഉമ്മ. കേരളത്തിൽ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം കേരളത്തിൽ വരും. നമ്മൾ മലയാളികളായ ആളുകൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മദീനയിൽ ഖുബാ പള്ളിൻ്റെ അടുത്ത് മദീനയിൽ പോകുമ്പോഴൊക്കെ വിളിച്ചുകൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് ചായയും വെള്ളമൊക്കെ തരും, കുറേ ഇരിക്കും, സംസാരിക്കും. ഉമ്മ ഇടയ്ക്ക് വിളിക്കും, മോനെ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുക, എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. എനിക്കൊരു ഉമ്മയുടെ സ്ഥാനമുള്ള ഒരു ഉമ്മയാണ്. തലാൽ എന്ന മകൻ വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ, മാഷാ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട് അക്ബർ, മലയാളിയാണ്, അരീക്കോട്ടുകാരനാണ്. അവരാണെങ്കിലോ ചങ്ക് ബ്രോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരെ പോലത്തെ ചങ്കുകളില്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം തലാൽ എന്നത് സൗദിയാണ്, അവൻ്റെ കഫീലാണ്. തലാലും അക്ബറും രണ്ടാൾക്കും ഒരു വാട്സപ്പും ഒരു ഫോണേ ഉള്ളൂ. ആലോചിക്കും, ബാക്കി നിങ്ങൾ വിചാരിച്ചൂടെ? തലാൽ ചോറ് വയ്ക്കണമെങ്കിൽ അക്ബർ ചോറ് വയ്ക്കണം, അക്ബർ ഉണ്ടെങ്കിലേ തലാൽ തിന്നുള്ളൂ. അക്ബറിനെ തലാൽ ഇസ്തിരിട്ട് കൊടുക്കും, തലാലിന് അക്ബർ ഇസ്തിരിട്ട് കൊടുക്കും, രണ്ടാൾ അങ്ങോട്ട് കൊടുക്കും. തലാൽ ഒരിക്കലും അക്ബറിനോട് കാർ ഓടിക്കാൻ പറയില്ല, എപ്പോഴും തലാല ഓടിക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇപ്പം എന്താ അക്ബറിന് ലൈസൻസ് ഇല്ല? ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷെ അക്ബർ വണ്ടി ഓടിക്കുമ്പോൾ, ഞാൻ സൗദിയല്ലേ, ഞാൻ ഇപ്പുറത്തിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എൻ്റെ ഡ്രൈവറാണ്, അവൻ്റെ അഹാണ്, അവൻ എൻ്റെ സഹോദരനാണ്. ഇതൊക്കെ മദീനക്കാർക്ക് ആ മനസ്സ് വരും.
വല്ലാത്ത സ്നേഹം. എൻ്റെ ഡ്രൈവറാന്ന് നാട്ടുകാർ വിചാരിക്കാൻ പാടില്ല. എന്നിട്ട് എന്നോട് ഇടയ്ക്ക് പറയും, ഉസ്താദ് മന്ദിച്ചു തരണേ, ഞങ്ങൾക്ക് രണ്ടാക്കും കണ്ണേറ് കൊള്ളുന്നുണ്ട്, കാരണം ഞങ്ങൾ ഇങ്ങനെ നടക്കുക ഒരുമിച്ച്. ഉച്ചൈബ് എന്ന് പറയുന്ന ഒരു അനുജനുണ്ടായിരുന്നു, ജ്യേഷ്ഠനുണ്ടായിരുന്നു തരാൻ. അദ്ദേഹം മരണപ്പെട്ട ഒരു ആക്സിഡന്റിൽ. അന്നാണ് അക്ബർ അവിടെ എത്തുന്നത്. ഉമ്മ പറഞ്ഞു, ഈ അക്ബർ ഇനി എൻ്റെ മകനാണ്, മരിച്ചുപോയ മകൻ്റെ സ്ഥാനത്താണ്. രണ്ടാൾക്കും കച്ചവടമുണ്ട്. അത്ഭുതം എന്താ പറയുക, ഈ കച്ചവടത്തിൻ്റെ പകുതിയാണ്, പകുതി ദലാലിന് പകുതി അക്ബർ. അങ്ങനത്തെ ഒരു സൗഹൃദം. ഇങ്ങനെയുണ്ട് അറബികൾ, മനസ്സിലാക്കണം. നമ്മൾ പിടിച്ചെടുക്കണമല്ലേ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സ്നേഹബന്ധം. മദീനക്കാരങ്ങനെയാണ്. ഹബീബ് മദീനയിൽ വന്നപ്പോ നാട്ടുകാർ ഒരുപാട് അൻസ്വാരികൾ ഹബീബിന് സമ്മാനങ്ങൾ, ഈത്തപ്പഴം, അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങള്, ഒട്ടകത്തിന്റെ പാല്, അങ്ങനെ പിന്നെ ജുബ്ന, ഇതൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി ഹബീബിന് കൊടുത്തു. വസ്ത്രം കൊടുത്തവര് ചിലര് ഹബീബിന് മുമ്പ് നിന്ന് പാട്ടുപാടി കൊടുത്തു, തങ്ങളെ പുകഴ്ത്തിയിട്ട്. അതാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ, തങ്ങളെ പുകഴ്ത്തി പറയാ. ഹബീബിന്റെ മുമ്പിൽ നിന്നിട്ട് പാട്ടുകൾ അങ്ങനെ പാടി. ഒരു ഉമ്മ കുറെ കഴിഞ്ഞിട്ട് വന്ന്, പൊന്നാര നബിയെ, നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല, ഞാനൊരു പാട്ട് റെഡിയാക്കി വെച്ചിരുന്നു, നിങ്ങൾ വരുമ്പോ പാടിത്തരാൻ. 80 വയസ്സ് കഴിഞ്ഞൊരു വല്യമ്മയെ പറയേണ്ടത്, ആ പാട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പൊ ഒന്ന് പാടി തന്നോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഉമ്മ എന്ന് പറഞ്ഞു. എടാ ഉമ്മ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് ഹബീബിനെ പുകഴ്ത്തിയിട്ട് ആ പാട്ട് പാടിയിട്ട് പോയി. ഇതൊക്കെ മദീനക്കാരുടെ മനസ്സാണ്. അപ്പോ അനസ് എന്നവരുടെ ഈ ഉമ്മ സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ ഒരേ ഒരു മകൻ, ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, അനസ് ഇബ്നു മാലിക്. ഭർത്താവ് മരിച്ചു ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സാണ്. ആ 10 വയസ്സുള്ള മോനെയും കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ഖുവൈദിമുക, അങ്ങേക്ക് സേവനം ചെയ്യാൻ വന്ന ഒരു ചെറിയ ഖാദിമാണിത്. അനസുൻ യഖ്ദുമുക, എന്റെ അനസ് നബിയെ, അങ്ങേക്ക് ഖാദിമായിട്ട് ഇവിടെ നിന്നോട്ടെ, എനിക്ക് സമ്മാനം തരാൻ വേറെ ഒന്നുമില്ല നബിയെ, എന്റെ ഒരേ ഒരു മകൻ. അങ്ങേക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, ചെരുപ്പെടുത്ത് വെക്കണം, അങ്ങയുടെ വാഹനം റെഡിയാക്കണം, അങ്ങേക്ക് എന്തെങ്കിലും പോയി വാങ്ങിച്ചു കൊണ്ടുവരണം, ഇതിനൊക്കെ ആള് വേണ്ടേ വീട്ടിൽ? ഓടി നടക്കാൻ പറ്റുന്ന ഈ 10 വയസ്സുള്ള എന്റെ മോൻ അനസിനെ നബിയെ, ഞാൻ അങ്ങേക്ക് സമ്മാനമായി ഖാദിമായി നിർത്താൻ വേണ്ടി ഞാൻ ഇവിടെ ഏൽപ്പിച്ചു പോവുകയാണ് റസൂലേ, എന്റെ അനസിനെ നിങ്ങൾ സ്വീകരിക്കണേ. അനസ് റളിയല്ലാഹു അൻഹുവിന് ആ വലിയൊരു ഭാഗ്യം ലഭിച്ചു. ആ ഉമ്മ ചെയ്ത സേവനമാണത്. നമ്മൾ പള്ളി ദർസിലും അറബി കോളേജിലും ബോർഡിങ്ങിലും നല്ല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ആക്കി വരുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ? നമ്മളെ നാട് വിട്ട് നമ്മുടെ മക്കള് ആ രാത്രി നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ കൂടെ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന മക്കള് 10 വയസ്സായിട്ടേ ഉള്ളൂ, അവന് ഹോസ്റ്റലിലാണ്, അറബി കോളേജിലാണ്, ദർസിലാണ്, എവിടെയെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുകയാണ്, ബോർഡിംഗ് സ്കൂളിലാണ്. ഒരു 2-3-4 ആഴ്ച കഴിഞ്ഞ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. ആ കുട്ടിക്കല്ല, ഉമ്മാക്കും വാപ്പാക്കും, പ്രത്യേകിച്ച് ഉമ്മക്ക്. കുറേ കുട്ടികളൊക്കെ പഠിപ്പ് നിർത്തിയത് ഉമ്മാന്റെ ഈ സ്നേഹം കൊണ്ടാണ്. എൻ്റെ കുട്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കുട്ടീനെ പിടിച്ചുകൊണ്ടുവന്നു. എന്ത് ചെയ്യാനാ, കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആ സ്നേഹം ആ ഉമ്മാക്കുണ്ടാവില്ലേ? അനസെന്ന മോൻ അവിടെ ആക്കി വരുമ്പോ. പക്ഷേ ഇതെന്റെ ഹബീബിന്റെ അരികത്താണ്, ഹബീബിന്റെ അരികത്താണ്, ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഖാദിമായിട്ട് വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരേ ഒരു മകനെ മഹദി റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവി ഹബീബിന്റെ വീട്ടിലാക്കി പോന്നു. ആ മോനാണ് 100 വയസ്സുള്ളപ്പോഴും ഇറാഖുകാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആയിഷന് വേണ്ടി ഹബീബ് ദുആ ചെയ്തതാ. 100 കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. അഭിമാനത്തോടെ പറയും, ഖദംതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ ഖിദ്മത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരു പണി ഞാൻ ചെയ്യാതിരുന്നപ്പോ എന്തുകൊണ്ട് അനസേ നിങ്ങളത് ചെയ്തില്ല എന്നോ? ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോ എന്തുകൊണ്ട് അനസേ നിങ്ങളത് ചെയ്തു എന്നോ? മാ ആതബനി, എന്നെ ഒരിക്കലും എൻ്റെ ഹബീബ് ആക്ഷേപിച്ചിട്ടില്ല. എൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകാം, നമ്മുടെ കൂടെ പഠിച്ചവരാകാം. ഇന്ന് നിങ്ങൾ മുതലാളിയായി മാറിയിട്ടുണ്ട്,
ഇന്നലെ വരെ കൂടെ കളിച്ചിരുന്ന ആൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റെസ്റ്റോറന്റിന്റെ കിച്ചണിൽ പാത്രം കഴുകുകയോ ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്യേണ്ട ഗതികേട് ആ മനുഷ്യന്റെ ദാരിദ്ര്യം കൊണ്ട് തന്റെ കൂട്ടുകാരന്റെ പണിക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. പരിചയമില്ലാത്തവരുണ്ടാകാം. തന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞു എന്നൊരു കുറവല്ലാതെ ആ മനുഷ്യർക്കൊന്നും വേറെ കുറവുകളില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഞാനൊരു മുതലാളിയാണെന്ന ഭാവേന തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ശകാരിക്കുകയോ ഒച്ചവെക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന പെരുമാറ്റങ്ങൾ ഒരു എംപ്ലോയറും തൻ്റെ എംപ്ലോയികളോട് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് മഹാനായ അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു മഹദിയെ കല്യാണം കഴിക്കാൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. അബൂ തുൽഹ തങ്ങൾ എന്ന ബിംബാരാധകനാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഉമ്മു സുലൈം, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യട്ടെയോ എന്ന് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, അബൂ തുൽഹ നിങ്ങൾ മുസ്ലിം അല്ലല്ലോ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ, എൻ്റെ ഭർത്താവായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഇസ്ലാം അനുവദിക്കുന്നതാവണം എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് നിങ്ങളിൽ ഇസ്ലാമില്ലല്ലോ. നിങ്ങൾ മുസ്ലിമാവുകയാണെങ്കിൽ ആ ഇസ്ലാം മതി എൻ്റെ മഹറായിട്ട്, എനിക്ക് വേറെ മഹർ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ബീവി ചില ടിപ്സുകൾ കൊടുത്തിരുന്നു. എങ്ങനെയാണ് അബൂ തുൽഹ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാള് ഇന്ന് ഒരു ദേവാലയത്തിൽ പോകുന്നു, നാളെ വേറെ ദേവാലയത്തിൽ, പിന്നെ വേറെ ഈ 3 ദേവാലയത്തിലും 4ലും 5ലും ഓരോരോ ദൈവങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന് സംരക്ഷകനായി കുറെ ആൾക്കാരുണ്ടാകാൻ പാടുണ്ടോ? അതല്ല, എല്ലാറ്റിനും ഖഹാറായ ഖാദിറായ മുഖ്തദിറായ ഒരാളല്ലേ പാടുള്ളൂ. നിങ്ങളുടെ ബുദ്ധി എന്ത് പറയുന്ന അബൂ തുൽഹ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഇന്ന് നമ്മൾ പറയും സ്നേഹത്തിന് മതമില്ല. നമ്മുടെ സിനിമയും പറഞ്ഞുതരും, അത് നമ്മുടെ റിയാലിറ്റി ഷോകളും അത് പറഞ്ഞുതരും, പിന്നെ നമ്മുടെ ബാക്കി സംവിധാനങ്ങളൊക്കെ. അങ്ങനെയല്ല. ഇതാരെയും വേദനിപ്പിക്കാനല്ല. നിങ്ങൾ ഒരു മറ്റു മതത്തിലുള്ള ഒരു കുട്ടിയെയും ഇങ്ങോട്ട് ഇസ്ലാമിക്ക് ചാടിപ്പിച്ചിട്ട് ഒന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യരുത്. ആ കുഞ്ഞിന്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് വേദന ഉണ്ടാക്കൂലേ? നമ്മുടെ ഉമ്മക്കും ഉപ്പാക്കും വേദനിക്കുന്ന പോലെ അപ്പുറത്തുള്ള ഒരു സഹോദരിക്ക്, ഒരു സഹോദരന്, അവരുടെ വീട്ടുകാർക്ക് ഇവർ കാരണം വേദന നമ്മൾ ഉണ്ടാക്കരുത്. അവരായിട്ടെടുക്കുന്നൊരു തീരുമാനം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ തീരുമാനം എടുത്ത് പോകൂലേ? അതിനെ സംബന്ധിച്ചല്ല, നമ്മൾ അവരെ പ്രോംപ്റ്റ് ചെയ്യണ്ട വിവാഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യരുത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ബീവിയെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് പറഞ്ഞത്, അബൂ തുൽഹ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം എൻ്റെ റസൂൽ അനുവദിക്കുന്ന പോലെ. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള, യുക്തിയുള്ള, സൽസ്വഭാവമുള്ള ഒരാൾ വേറെ ഞാൻ കാണുന്നില്ല, നിങ്ങളെ ഞാൻ സ്വീകരിച്ചേക്കാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മഹർ വാങ്ങിച്ച മോളാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ആ മോൾ വാങ്ങിച്ച മഹർ എത്രയാണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ട് അഗ്ലൽ മുഹൂർ എന്ന് മഹാന്മാർ ചരിത്രത്തിൽ പേരിട്ട് വിളിച്ചു. The most expensive dowry in the Islamic history. അത്ര വിലയുള്ളൊരു മഹർ വേറില്ല. അവർക്ക് അല്ലാഹു 10 മക്കളെ നൽകി. അബൂ തുൽഹ കല്യാണം കഴിച്ചതിന് ശേഷം 10 മക്കൾ ജനിച്ചു. അവരിൽ പകുതിയോളം പേര് സുഹാബിമാരാണ്, ബാക്കിയുള്ളവർ താബിഈങ്ങളാണ്. ഈ 10 പേരും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളായിരുന്നത്രേ. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഒരു ദഅവത്തിന്റെ പ്രഭയിലൂടെ ഒരു കുടുംബത്തിന് വെളിച്ചം കാണിച്ച മഹദി ഒരു മഹദിയാണ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ധൈര്യം കൊടുത്തത് ഉമ്മമാരാണ്, വിദ്യാഭ്യാസം കൊടുത്തത് ഉമ്മമാരാണ്. നമ്മൾ ഓടി നടക്കാണ് അല്ലെ? നമുക്ക് മക്കളെ നോക്കാൻ എന്റെ കാര്യം തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്ക് പറ്റില്ല, മക്കളെ കൂടെ ഇരിക്കാൻ പറ്റും. ഞാൻ ഇപ്പം വ്യാഴാഴ്ച ബുധനാഴ്ച
രാത്രി ഖത്തറിൽ പോയി തിരിച്ചു വന്നു. വ്യാഴാഴ്ച ജിദ്ദയിൽ നിന്ന് റിയാദിൽ വന്നു. റിയാദിൽ നാട്ടിലെത്തിയപ്പോൾ ഇന്ന് രാത്രി തിരിച്ചു വന്നു. താഷ്കൻഡിൽ പോയി ചൊവ്വാഴ്ച ജിദ്ദയിലേക്ക് തിരിച്ചെത്തുന്നു. 2 ദിവസം ജോലി ചെയ്യുന്നു. 3-ാം ദിവസം നാട്ടിലേക്ക് തന്നെ വരണം, മംഗലാപുരത്ത് വരണം, കാസർഗോഡ് സമസ്ത സമ്മേളനത്തിന് വരണം. അപ്പോൾ കുട്ടികളെ കാണാൻ കിട്ടാത്തതുകൊണ്ട് മക്കളോട് പറഞ്ഞു നിങ്ങൾ വയനാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു. ഇന്നലെ അവരെ വയനാട്ടിലേക്ക് വരുത്തിച്ചു. അപ്പോൾ വരുമ്പോൾ ഉമ്മയുണ്ട്, ഉമ്മാരേട്ടത്തിൻ്റെ പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്നു. അവർ തിരിച്ചു പോന്നു, ഞാൻ അങ്ങോട്ട് കുറ്റിയാടിക്കും പോന്നു. അത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി നമ്മുടെ മക്കളുടെ കാര്യം നോക്കുന്നത് ആരാ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. നമുക്ക് ഓടി എത്താൻ പറ്റില്ല. നമ്മൾ ഉള്ള സമയം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആ മക്കൾ പഠിക്കുന്നതും അവരുടെ സ്കൂളും അവരുടെ ട്യൂഷനും അവരുടെ മദ്രസയും അവരുടെ ഓൺലൈൻ ക്ലാസ്സും അവരുടെ പഠിപ്പവും സ്കൂളിൽ പോകുന്നതും പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതും ഇതൊക്കെ നമ്മുടെ ഭാര്യമാരായിരിക്കും. വലിയൊരു സേവനം അവർ ചെയ്യുന്നുണ്ട്. നമ്മളത് കാണാതെ പോകരുത്. അള്ളാഹുവർക്കൊക്കെ അതിന് പ്രതിഫലം നൽകട്ടെ. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അങ്ങനത്തെ പെണ്ണുങ്ങളിലൂടെയാണ് നല്ല കുടുംബം ഉണ്ടാകുന്നത്, നല്ല മക്കളുണ്ടാകുന്നത്. നല്ല ഭാര്യയാകുമ്പോൾ അവർക്ക് നല്ല ഉമ്മയാവാൻ കഴിയും. അവരിലൂടെ നമുക്ക് സമൂഹത്തിന് നല്ല ഖൈർ ചെയ്തു കൊടുക്കാൻ അവർക്ക് അവസരങ്ങൾ അള്ളാഹു നൽകുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് ഇപ്പുറത്ത് വെക്കാൻ പറ്റുന്നൊരു മഹദിയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ 9 മണിക്കല്ലേ തുടങ്ങിയത്? 8:45. അപ്പോൾ 10 മിനിറ്റ് ഏറെ ആക്കണല്ലേ? 10 മിനിറ്റ് ലിസ്റ്റ് വായിക്കാനുണ്ട്. ഓക്കെ, 2 മണിക്കൂറായില്ലേ അല്ലേ? 9:45, 8:45, 9:45, 10, 11 മണി വരെ. അപ്പൊ സമയം കുറച്ച് കഴിഞ്ഞു. 2.5 മണിക്കൂറായി. അപ്പൊ ഇനി നിർത്താം. ഇയാളെ നിർത്തിയാ പോകായിരുന്നു എന്ന് വിചാരിക്കണോലൊക്കെ ഇരിക്കുന്നവരിലുണ്ട്, എനിക്കറിയാം. ഇല്ലേ? വെറുതെ സൂപ്പറ നേരത്തെ പറഞ്ഞ മസാല അല്ലേ? പഠിപ്പിച്ചെടുത്ത് എനിക്കെതിരെ തന്നെ വന്നാ. അപ്പൊ നമുക്ക് ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ലിസ്റ്റ് വായിക്കാനൊക്കെ ഉണ്ട്. വായിച്ചു കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണം ഇൻഷാ അല്ലാഹ്. 1-2 കാര്യങ്ങൾ കൂടെ പറയട്ടെ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വലിയ ധൈര്യമുള്ള മഹദിയാണ് റളിയല്ലാഹു അൻഹ. പുണ്യനിബിതങ്ങൾ ഹിജ്റ പോകുമ്പോൾ പൂർണ്ണ ഗർഭിണിയായി നിബിതങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ട് സൗർ മലയുടെ മുകളിൽ ഒരു ദിവസം 2 തവണ കയറിയ മോളാണ്, മഹദിയാണ് അസ്മാ ബീവി സിദ്ദീഖ് എന്നവരുടെ മോള് റളിയല്ലാഹു അൻഹ. അന്ന് 8-9 മാസം ഗർഭിണിയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഗർഭമില്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? സൗർ മലന്റെ മുകളിലെത്തണമെങ്കിൽ 2-2.5 മണിക്കൂർ നമ്മൾ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും. എന്നിട്ട് പിന്നെ വല്ല ഉച്ചിലും പോണ്ടി വരും കൈയും കാലം ശരിയാക്കാൻ. ആ മലയിലേക്കാണ് മഹദി ഒരു ദിവസം 2 തവണ, അങ്ങനെ 3 ദിവസം മഹദി കയറി ഇറങ്ങി വാപ്പാക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ. ഭയങ്കര ധൈര്യമായിരുന്നു. 100 വയസ്സ് കഴിഞ്ഞിട്ടാ അസ്മാ ബീവി വഫാത്താകുന്നത് റളിയല്ലാഹു അൻഹ. സുബൈർ ബിൻ അവ്വാം ഹവാരിയു റസൂലില്ലാഹ്, ഹബീബിന്റെ വളരെ അടുത്ത ആളാണ്. മഹാനവറുകളുടെ ഭാര്യയാണിത്. സുബൈർ എന്നവരുടെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, സുഹാബിയാണ്. അവസാനം ഹജ്ജാജ് ബിൻ യൂസുഫിനാൽ കൊല ചെയ്യപ്പെട്ട ഷഹീദാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവര്. പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കഅബാലയത്തിന്റെ ഉള്ളിൽ. ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കയെ അതിക്രമിക്കുക, അന്നത്തെ ഒരു പൊളിറ്റിക്സ്, അന്നത്തെ ഒരു രാഷ്ട്രീയ സംഭവമായിരുന്നു അത്. സുബൈർ തങ്ങളെ, അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരെ പിടിച്ച് കൊല ചെയ്യാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ സൈന്യം ഹറമിലേക്ക് വരുമ്പോ അസ്മാ ബീവി മക്കന്റെ കഅബന്റെ അടുത്ത് അവരുടെ വീട്, മോൻ ഹറമിന്റെ ഉള്ളിലാണ്. അസ്മാ ബീവി ഹറമിന്റെ ഉള്ളിലാണ്. മസ്ജിദുൽ ഹറാമിന്റെ ഒരുപാട് ചുറ്റളവ് ഹറമാണ്, പരിശുദ്ധമായ ഹോളി സാങ്ച്വറിയാണ്. അവിടെ സൈന്യം കയറിയപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവര് ഉമ്മയെ വിളിച്ചു. ഉമ്മാ, അന്ന് ഉമ്മാക്ക് കണ്ണ് കാണില്ല, പ്രായമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ഉമ്മാ, എനിക്ക് പേടിയാവുന്നു. ഉമ്മാന്റെ മറുപടി, ആണായിട്ട് ജീവിക്കുമോനെ. ദുന്യാവാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ എന്റെ മുമ്പ് ഇറങ്ങിപ്പോയിക്കോ. ആഖിറമാണോ നിന്റെ ലക്ഷ്യമെങ്കിൽ നീ നിൽക്കുന്നിടത്ത് നീ നിൽക്ക്. ഉമ്മ, ഹജ്ജാജ് ബിൻ യൂസുഫ് ക്രൂരനാണ്. അയാൾ എന്നെ കൊന്നിട്ട് എന്നെ കഷ്ണം കഷ്ണമാക്കി വെക്കും എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അത് അയാൾ ചെയ്യും. അതിന് അസ്മാ ബീവി കൊടുത്തൊരു മറുപടിയുണ്ട്. മോനെ,
ഒരാടിനെ അറുത്താൽ ആ ആടിൻ്റെ തോലഴിക്കുന്നത് ആടിനൊരു ഉപദ്രവം ചെയ്യാറില്ല മോനെ, നിന്നൊടുക്കടാ. ആ ധൈര്യത്തിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർക്ക്. പറഞ്ഞ പോലെ ഹജ്ജാജ് അവരെ കൊന്നു, മഹാൻ ഷഹീദായി. ആ മയ്യത്തിനെ മക്കായുടെ കവാടത്തിൽ കെട്ടിത്തൂക്കി വെച്ചു ദിവസങ്ങളോളം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവർ ജീവിച്ചിരിക്കുന്ന കാലം അസ്മാ ബീവി പറഞ്ഞു, ഹജ്ജാജ്, നീ എന്ന് പറയുന്നൊരു ദുഷ്ടൻ സഖീഫ് ഗോത്രത്തിൽ വരുന്നുണ്ടെന്ന് എന്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആ ദുഷ്ടനാണ് ഹജ്ജാജെ നീ, നിനക്കിതിന് അല്ലാഹു പകരം കാണിച്ചു തരും, എന്റെ മോനെ നീ ചെയ്തു വെച്ചതിന് എന്നൊക്കെ ഹജ്ജാജിനെതിരെ സംസാരിച്ചപ്പോൾ ഹജ്ജാജിന് മറുപടി പറയാൻ കഴിയാതെ നിന്നുപോയ ഉമ്മയാണ് അസ്മാ ബീവി. 100 വയസ്സുള്ളപ്പോഴാ തന്റെ ചെറുപ്പക്കാരനായ മോനോട്, മോനെ, ആടിനെ അറുത്ത് കഴിഞ്ഞാലേ അറുക്കുമ്പോഴുള്ള വേദനയുള്ളൂ, അത് കഴിഞ്ഞാൽ ആ ആടിന്റെ തോലഴിക്കുന്നത് ആട് അറിയാറുള്ള മോനെ, നിന്നെ വധിച്ചിട്ട് നിന്നെ കഷ്ണാക്കുന്ന് പറഞ്ഞപ്പോ നീ പേടിക്കുകയാണല്ലേ. അങ്ങനത്തെ ധൈര്യം കൊടുത്തൊരു ഉമ്മ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമോനെ എന്ന് പറഞ്ഞ ഇന്ന ഷാത ലാ യുലിമുഹ സൽഖു ബഅദ ദബ്ഹ്. ഇവരും മഹദിമാരാണ്, ഉമ്മമാരാണ്. അവരുടെ ഭർത്താവുണ്ട് സുബൈർ ഇബ്നുൽ അവ്വാം എന്നവര്. സുബൈർ ഇബ്നുൽ അവ്വാം ജീവിച്ചിരിക്കുന്ന കാലം ഈ ഹജ്ജാജിന്റെ സംഭവമൊക്കെ തങ്ങൾ വഫാത്തായി ഒരുപാട് കാലങ്ങൾ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലത്തിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമൊക്കെ നടന്നത്. അതിന്റെയൊക്കെ മുമ്പ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഭർത്താവാണ് അസ്മാ ബീവിയുടെ. അസ്മാ ബീവി പറഞ്ഞ സിദ്ദീഖ് എന്നവരുടെ മോള്, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി. പക്ഷെ 2 ഉമ്മയാണ്. ഒരു ശത്രു വന്ന് വീട്ടില്. ബീവിക്കറിയാം ഈ ആള് ശത്രുവാണെന്നറിയാം. സുബൈർ എന്നവരെ വകവരുത്താൻ വേണ്ടി വന്നതാണ്. അയിന സുബൈർ, എവിടെയാണ് സുബൈർ എന്ന് ചോദിച്ചു. സുബൈർ ഇബ്നുൽ അവ്വാം ഹവാരിയു റസൂലില്ലാഹ്, സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽപ്പെട്ട ആളാണ് ഇവര്. അസ്മാ ബീവിന്റെ ഈ ഭർത്താവ്. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ആ സുബൈർ എന്നത് സുബൈർ ഇബ്നുൽ അവ്വാം, സിദ്ദീഖ് എന്നവരുടെ പുതിയാപ്പിള, മകളുടെ ഭർത്താവ്. അപ്പോ ഭാര്യയായ അസ്മാ ബീവി അവിടെ ഭാര്യയാണ്. എവിടെയാണ് സുബൈർ? ഫിന്നഖീൽ, ആ തോട്ടത്തിനുണ്ട്, അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞു. ധൈര്യമായിരുന്നു. എന്റെ ഭർത്താവ് സുബൈറിനെ തൊടാൻ ഇവന് കഴിയില്ല, എന്റെ ഭർത്താവ് അത് വേണ്ട വിധം കൈകാര്യം ചെയ്തേക്കെന്ന് പറഞ്ഞു. ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ ഇവിടെ വീട്ടിലില്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കുക. സ്ഥലം കാണിച്ചു, അവിടെ ഉണ്ട്, അവിടെ പോയിക്കോന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് സുബൈർ എന്നവര് ഈ മനുഷ്യന്റെ കയ്യും കാലും കെട്ടിയിട്ട് ഇങ്ങനെ തോളിട്ട് വരുന്നു വീട്ടിലേക്ക്. അപ്പൊ ഉമ്മ ചോദിച്ചു, കൈഫ വജദ്ത സബ്റ അഅസലൻ വതംറ അം അസദൻ ഹസ്ബറ. എങ്ങനെയുണ്ട് എന്റെ സുബൈർ? കൈഫ വജദ്ത സബ്റ. സുബൈർ, എന്റെ സുബൈർ എങ്ങനെയുണ്ട്, എവിടെയാന്ന് ചോദിച്ചു വന്നല്ലേ. നീ വിചാരിച്ചു ഞാൻ പേടിച്ചിട്ടുണ്ടാവുന്നു, എന്റെ മോൻ നിന്നെ പേടിക്കുന്നു വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ സുബൈർ? അഅസലൻ വതംറ, നല്ല തേനും ഈത്തപ്പഴം തിന്നണ പോലെയാണോ കണ്ടത്? അം അസദൻ ഹസ്ബറ, ധീരനായ സിംഹമായിട്ടാണോ എന്റെ മോനെ നീ കണ്ടത് എന്ന് ഈ ശത്രുവിനോട് അസ്മാ ബീവി പാടിയൊരു പാട്ടുമുണ്ട്. അത്രയും കരുത്തുറ്റ ഹൃദയം. നമ്മള് മറ്റേ പേര് വെട്ടാൻ പോവാണോ എന്ന് പറഞ്ഞപ്പോഴേക്കും തഹജ്ജുദ് നിസ്കാരം കൂടി പേടിച്ച് കുറെ ആൾക്കാർക്ക് വയറ്റുന്നു പോകാൻ തുടങ്ങി, കുറെ ആൾക്കാർക്ക് BP കുറഞ്ഞുപോയി. ഗൾഫിൽ നിന്നൊക്കെ ആള് വിളിച്ചു വരുത്തി, പൊന്നാര മോനെ വന്നോ, ഇല്ലെങ്കിൽ വോട്ടർ പട്ടികന്ന് പേര് പോയാൽ എൻ്റെ അഡ്രസ്സ് പോകട്ടോ. ഇങ്ങനെ പേടിപ്പിക്കുമ്പോഴേക്കും പേടിക്കുന്ന ഒരു ഭീരുക്കളാണ് നമ്മളെങ്കിൽ അള്ളാഹിനോട് പോയി മരിക്കാൻ വരുന്നോടെ. നമ്മുടെ പരാജയം അവിടെയാണ്. ഈ പേടിപ്പിക്കല് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലി വല്ലി മസീഹ് ദജ്ജാലിനെ കാത്തിക്കുന്നവരല്ലേ നമ്മള്. അതിങ്ങനെ വെറുതെ ഇങ്ങനെ സ്റ്റിക്കർ അടിച്ച് വിട്ടാ പോരാ, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്. മുഅത്തയുടെ ഇമാം മുഅത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരുടെ ഉമ്മയാണ് കൊച്ചുനാളിൽ ആ മോനെ പഠിക്കാൻ പറഞ്ഞയച്ചത്. ഉമ്മ നെയ്ത്ത് ചെയ്യുന്ന ആളായിരുന്നു.
കാനത്ത് തഗ്സിൽ, അവര് നെയ്യുന്ന വസ്ത്രങ്ങൾ തുന്നുന്ന ഒരു പെണ്ണായിരുന്നു. മോനോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ കളിച്ചു നടക്കേണ്ടതല്ല മോനെ, എന്റെ ആഗ്രഹം ഇമാം റബീഅയുടെ മജ്ലിസിൽ പോയിരുന്നിട്ട് നീ തഅല്ലമിൽ അദബ ഖബ്ലൽ ഇൽം, മഹാനായ റബീഅ തങ്ങളുടെ ഇൽമ പഠിക്കുന്നതിന്റെ മുമ്പ് റബീഅ തങ്ങളുടെ അദബ് നീ പഠിക്കും മോനെ എന്ന് പറഞ്ഞ് ആ കൊച്ചുമോന് അമ്മമഹു വഅൽബസഹു, ആ കുഞ്ഞിന് വെള്ളവസ്ത്രം അണിയിച്ചു കൊടുത്ത് തലയിലൊരു തലപ്പാവും വെച്ചുകൊടുത്ത് റബീഅ തങ്ങളുടെ സദസ്സിലേക്ക് പറഞ്ഞയച്ച് ഇൽമ പഠിച്ച് ഹദീസ് പഠിച്ച് മദീന കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം ഷാഫിഈ തങ്ങളുടെ ഗുരുനാഥൻ, ഹബീബിന്റെ മദീന കണ്ട പ്രോജ്വലിച്ചു നിന്ന, ഇന്ന് മാലിക്കി മദ്ഹബ് എന്ന് പറയുന്ന മദ്ഹബിന്റെ നേതാവ് മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, കുഞ്ഞിന് വേണ്ട സർവ്വതും ഉമ്മയുടെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ വസ്ത്രത്തിന്റെ നാണയത്തുട്ടുകളെ കൊണ്ട് ആ കുഞ്ഞിന്റെ പഠനം നടത്തിയ യതീമായി വളർന്ന മോനാണ് ഇമാം മാലിക് എന്നവർ. വാപ്പയില്ല, ഭർത്താവ് കൂടെയില്ല, എന്നിട്ട് മക്കളെ സ്വന്തം അധ്വാനം കൊണ്ട് പഠിപ്പിച്ചുണ്ടാക്കി ദീൻ പഠിപ്പിച്ചു വിട്ടതിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും ഇമാം തങ്ങളുടെ മുഅത്ത ഇന്ന് ഓതുന്നത്, ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ് എന്ന് നിലനിൽക്കുന്നത്. ആ ഉമ്മെന്ന് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു വലിയ മഹാപണ്ഡിതനെ നമുക്ക് നഷ്ടമാകുമായിരുന്നില്ലയോ? ആലോചിച്ചു നോക്കൂ. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളും അഹ്മദ് ഇബ്നു ഹംബൽ എന്നിവരും ഒരു കാലക്കാരാണ്. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളെ മഹാനവറുകൾ മക്കയിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ എന്നിവരും ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളും മഹാനവറുകളെ കാണാൻ വേണ്ടി ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തു വന്നു. സുഫിയാൻ ഇബ്നു ഉയൈന 93-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അതിൽ ചെറിയ കൗതുകമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ വർഷവും ഹജ്ജ് ചെയ്യും. ഹജ്ജ് ചെയ്ത് ജംറ എറിഞ്ഞ് അവസാനത്തെ ഏറുമെറിഞ്ഞ് മിനയിൽ നിന്ന് പോരുമ്പോ പറയും, അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കരുതേ റബ്ബേ, എനിക്ക് അടുത്ത കൊല്ലം ഹജ്ജിന് വരണം. അങ്ങനെ പിറ്റത്തെ കൊല്ലം വരും. അങ്ങനെ മഹാനവറുകൾ 60-ലേറെ ഹജ്ജ് കഴിഞ്ഞു. വയസ്സ് 93ആയി. 93ആയപ്പോ മഹാൻ പറയാ, ഇനി എനിക്ക് അള്ളാഹിനോട് അടുത്ത കൊല്ലം കൂടെ എനിക്ക് വരണമെന്ന് പറയാനൊരു നാണം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഈ കൊല്ലം അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 93-ാമത്തെ വയസ്സിൽ മഹാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അത്ര വലിയൊരു ആലിമാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു വറഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം ഷാഫിഈ തങ്ങള് അന്ന് മക്കയിലുണ്ട്, ചെറുപ്പക്കാരനാണ് ഇമാം ഷാഫിഈ തങ്ങള്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരും ഇസ്ഹാഖ് ബിൻ റാഹവൈഹി തങ്ങളും ഈ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ ഹദീസുകൾ കേൾക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ ആൾക്കൂട്ടത്തിൽ കൂട്ടുകാരനെ കാണാണ്ടായി. അപ്പൊ ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നറിയാം. ആ ഇമാം ഷാഫിഈ തങ്ങളെ അഹ്മദ് ബിൻ ഹംബൽ എന്നവർക്ക് ഉസ്താദാണ്. അത് വേറെ ഭയങ്കര രസം. അഹ്മദ് ബിൻ ഹംബൽ എന്നൊരു പ്രായം കൊണ്ട് ഇമാം ഷാഫിഈ തങ്ങളെക്കാളും ചെറുതാണ്. അഹ്മദ് ബിൻ ഹംബൽ പറയും, എന്റെ ഉസ്താദാണ് ഇമാം ഷാഫിഈ. ഷാഫി ഇമാം പറയും, എന്റെ ഉസ്താദാണ് അഹ്മദ് ബിൻ ഹംബൽ എന്നവർ. യാ അല്ലാഹ്, എന്തൊരു സ്നേഹം, എന്തൊരു ബഹുമാനം. സത്യത്തിൽ ഇമാം ഷാഫി തങ്ങളെ ഉസ്താദ്. ഷാഫി ഇമാമിൽ നിന്ന് പഠിച്ച ആളാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങള്. രണ്ടുപേരും രണ്ട് മദ്ഹബാണ്. ഇമാം ഷാഫി തങ്ങൾ പഠിച്ച ഇമാം മാലിക് എന്നവരിൽ നിന്ന് 3 പേരുടെയും മദ്ഹബ് 3 എണ്ണമാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷെ ഒരു പ്രശ്നമില്ല, അടിയും കുത്തും പ്രശ്നങ്ങളും നോട്ടീസ് അടിക്കലും ഫേസ്ബുക്കിൽ എഴുതലൊന്നും ഇല്ലല്ലോ. അവര് പരസ്പര ബഹുമാനത്തിലാണ്, ആദരവിലാണ്, സ്നേഹത്തിലാണ്. അപ്പോ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളെ പിടിച്ചു വലിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ എന്നവർ പറഞ്ഞു, ഇസ്ഹാഖ് ഇൻ ഫാതക മിൻ ഹദീസ് സുഫിയാൻ ഇബ്നു ഉയൈന ഫദഅഹു വലാ യഫൂതന്നക അഖ്ലു ഹാദൽ ഫതാ മിൻ ഖുറൈശ്. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ ഹദീസ് നീ കേട്ടില്ലെങ്കിലും അത് വലിയ നഷ്ടമൊന്നുമല്ല. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്, ഷാഫിഈ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. ആ ഷാഫിഈയുടെ അഖല്, അദ്ദേഹത്തിന്റെ ചിന്തകൾ നിനക്ക് നഷ്ടമായാൽ പിന്നെ കിട്ടൂല. അതുകൊണ്ട് നീ അങ്ങോട്ട് വാ, നമ്മൾ അവിടെ പോയി ഷാഫി ഇമാമിനെ ശ്രദ്ധിക്കാം. ആ ഷാഫിഈ ഇമാം എന്ന് പറഞ്ഞ നമ്മുടെ മദ്ഹബിന്റെ ഇമാം, ഇന്ന് ഈജിപ്തിലെ കെയ്റോവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമിന് ഷാഫിഈ തങ്ങള്. അങ്ങനെ ഒരു ഷാഫിഈയായി മാറുന്നത് യതീമായി വളർന്ന്
തൻ്റെ ഉമ്മ കൈപിടിച്ചുകൊണ്ട് ഇന്നത്തെ ഗസ്സയിൽ ജനിച്ച മഹാനാണ് ഷാഫി ഇമാം. ഷാഫി ഇമാം ഗസ്സാവിയാണ്, ഗസ്സക്കാരനാണ്. അവിടെയാണ് ജനിച്ചത്. അവിടെ നിന്ന് 2 വയസ്സ് പ്രായമുള്ളപ്പോ മോനെ മക്കയും മദീനയും കാണിച്ച് യമനിലും മക്കയിലും മദീനയിലുമുള്ള ആലിമീങ്ങൾ എന്ന് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഒറ്റക്ക് ആ മോനെയും കൊണ്ട് മരുഭൂമികൾ താണ്ടി യാത്ര ചെയ്തു വന്ന് മകനെ പഠിപ്പിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത ഒരു ഉമ്മയാണ് ഇമാം ഷാഫിഈ എന്ന മഹാപണ്ഡിതന്റെ പിറകിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ വലിയൊരു ദൗത്യം ചെയ്യുന്നവരാണ്. ആ ദൗത്യത്തിന് അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉപ്പമാർ ആ ദൗത്യ നിർവഹണത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടവരാണ്. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമയെ നൽകട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതെ നേർവഴിയിലായി ജീവിച്ച് പടച്ചതമ്പുരാന്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ നബി തങ്ങളുടെ കൈപിടിച്ച് നൂഹ് നബിയും മൂസ നബിയും ഇബ്രാഹിം നബിയും ഈസ നബിയും ഉലുൽ അസ്മുകളായ അമ്പിയാക്കന്മാരും മുർസലുകളും എല്ലാം ഒരുമിച്ച് കൂടുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാർ തങ്ങളും ഹബീബിന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും അവിടുത്തെ അസ്വാജു ത്വാഹിറാത്തും അഹ്ലു ബൈത്തും താബിഈകളും താബിഈങ്ങളും മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്ന ഖുതുബുൽ അഖ്താബ് തങ്ങൾ അടക്കമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അണിനിരക്കുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. അള്ളാഹു നമ്മെ അവിടെ എത്തിച്ചു തരട്ടെ. ഈ ശഅബാനിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ. റമളാൻ അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ഇത്ഖും മിനൻ നാറും നരകമോചനവും സിദ്ധിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി അള്ളാഹു നമ്മളെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംഘാടകർ 1-2 അറിയിപ്പുകൾ ഇവിടെ വായിച്ചതിന് ശേഷം നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ് അവരുടെ പ്രസംഗം അവസാനിക്കരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കും പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനക്ക് എല്ലാവരും കാത്തിരിക്കണം. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവർ നെഞ്ചോട് ചേർത്ത് നമുക്ക് തന്ന ലിസ്റ്റ്, പേര് വായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആവശ്യം പറഞ്ഞ ലിസ്റ്റ് എന്തായാലും വായിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10-15 പേജുണ്ട്. ഒറ്റ ഓട്ടം ഓടി വായിക്കലായി ഇതിനെ കാണുക. ഓക്കെ. രോഗശമനത്തിനും മരിച്ചുപോയ ഭർത്താവിനും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ 3000. രോഗശമനത്തിനും മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 1000. കുറ്റിക്കണ്ടി നാസർ സീനത്ത് 10000 രൂപ. മരണപ്പെട്ടുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും സഹോദരിക്ക് രോഗശമനത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാൻ. രോഗശമനത്തിന് വേണ്ടി മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സ്ത്രീയായി 500 രൂപ. ഉദ്ദേശ സഫലീകരണത്തിന് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ 500 രൂപ. മരിച്ചുപോയ മാതാവിന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ 1000 രൂപ. രോഗശമനത്തിന് ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുക. രോഗശമനത്തിന് വേണ്ടി ഒരു സ്ത്രീ 250. ഒരു സ്ത്രീ പിതാവിൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുക 500 രൂപ. മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം സംഭാവന ചെയ്തിട്ടുണ്ട്. രോഗശമനത്തിന് വേണ്ടി ഒരു സ്ത്രീ 500. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 100. ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീ 1000. മരിച്ച ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ആക്കിബത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ 100. മനസ്സിലുദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കാൻ ഒരു സ്ത്രീ 500. ഒരു സ്ത്രീ മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കാൻ 500. മക്കളുടെ പരീക്ഷ വിജയത്തിന് വേണ്ടി 500 രൂപ. അവസാന നിമിഷം ഈമാൻ കിട്ടാൻ വേണ്ടി 1000 രൂപ ഒരു സ്ത്രീ. ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു സ്ത്രീ 100 രൂപ. മരണപ്പെട്ടുപോയ ഭർത്താവിനും മാതാപിതാക്കൾക്കും ഉമ്മാക്കും ഭർത്താവിതാവിനും ദുആ ചെയ്യാൻ 500 രൂപ. ആക്കിബത്ത് നന്നാവാൻ ഈമാനോട് കൂടി മരിപ്പിക്കാൻ 1000 രൂപ ഒരു സ്ത്രീ. ഹലാലായ മുറാദുകൾ നിറവേറ്റാൻ ഒരു സ്ത്രീ 500 രൂപ. മരിച്ചുപോയ ഭർത്താവ് മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സ്ത്രീ 500. മരണപ്പെട്ട ഭർത്താവിന് മക്കൾക്ക് 500. ഇങ്ങനെ മൊത്തത്തിൽ ഒരുപാട് ഒരേ ആവശ്യം തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുറ്റിക്കണ്ടി കദിയച്ചയും മൊയ്തൂക്കയും ഓരോ 1,00,000 രൂപ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി, നമ്മുടെ ഈ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നൽകാമെന്നിട്ടുണ്ട്. അതേപോലെ KB ജമാൽ ആൻഡ് ഫാമിലി 25,000 രൂപ പ്രത്യേകം ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം എല്ലാ സംഘാടനത്തിനുള്ള പ്രിയപ്പെട്ട പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് 50,000 രൂപ. ഒരു സ്ത്രീ 5,000, വേറൊരു സഹോദരൻ 5,000. ഇങ്ങനെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഗൾഫ് ലോകത്ത് നിന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഈ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം.
നമ്മോട് സഹായിച്ച നമ്മോടൊട്ടി നിന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതോടൊപ്പം നാളെ ഉസ്താദ് സമർബന്ധിലേക്ക് പോകുമ്പോൾ ഉസ്താദിനോട് ഈ മഹല്ല് നിവാസികൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് വലിയൊരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ 4 ദിന പരിപാടി വെച്ചത്. ഞങ്ങളുടെ ആഗ്രഹ സഫലീകരണം നമ്മുടെ മഹല്ല് സ്വയം പര്യാപ്തമാകുക, വരുമാനദായകമാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ മഹല്ല് നിവാസികൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം ഉസ്താദ് ഞങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സമയം അനാവശ്യമായി പോക്കണ്ട എന്നുള്ള നിലക്ക് നമ്മളെ പരിപാടി ഉസ്താദിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ 5 ലക്ഷത്തിലധികം രൂപ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നാളെ ചെറുമൂത്ത് ഉസ്താദിൻ്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയുണ്ട്. അതേപോലെ നിങ്ങൾ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടാതൊരു പ്രയാസമുണ്ട്. അത് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് ചെയ്താൽ ചിലപ്പോൾ സെർവർ ഡൗൺ ആയത് കൊണ്ടായിരിക്കാം കിട്ടാത്തത്. എന്തായാലും അതിൻ്റെ ബേക്കോട്ട് ഇരിക്കേണ്ട, നാളെയും അടിച്ച് അതിലേക്ക് പരമാവധി പൈസ കയറ്റണം. ഓക്കെ, അസ്സലാമു അലൈക്കും. അല്ലാഹു നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കട്ടെ. വലിയൊരു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ ഒരു 1 മണിക്കൂറായി പോകും. അപ്പോൾ കൊടുത്തവർ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ച് കൊടുത്തതല്ലേ. പേര് വായിക്കാൻ ഞാൻ പൈസ തരില്ല എന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ്. പഠിച്ചതമ്പുരാൻ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. നമ്മൾ ഒന്ന് പെട്ടെന്ന് ദുആ ചെയ്യാം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. നന്നായിട്ട് മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അള്ളാഹു നമ്മുടെ ദുആന് ഉത്തരം നൽകട്ടെ. മഹാന്മാരും ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്ന സദസ്സാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാരും കുട്ടികളുടെയും വന്യവയോധികരായ ആളുകൾ, ചെറുപ്പക്കാരൊക്കെ ഉള്ള നല്ലൊരു മജ്ലിസാണിത്. ഇതിനുവേണ്ടി സഹായികളായ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ ഖൈറും ചെയ്യട്ടെ. നമ്മുടെ വഴിയിലുടനീളം പെൺകുട്ടികളും പെണ്ണുങ്ങളുടെ സൈഡിൽ അവർ വളണ്ടിയേഴ്സ് ഉണ്ട്, ആണുങ്ങൾ വഴിയിലുടനീളം വളണ്ടിയേഴ്സ് അങ്ങനെ ഉണ്ട്. അവർക്കൊന്നും ഈ പരിപാടി മജ്ലിസിൽ വന്നിരിക്കാൻ പറ്റിയിട്ട് പോലുമില്ല. അള്ളാഹു അവർക്കൊക്കെ ഖൈർ ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. സാജിർ സാഹിബാണ് എന്നെ ഈ പരിപാടിക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചതും അബുദാബി എന്നുള്ള പരിചയത്തിൻ്റെ പേരിലാണ് ഇങ്ങോട്ട് എത്തിയതും. അദ്ദേഹത്തിൻ്റെ ഉമ്മ മറവിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ വാവാട് ഉസ്താദിനെ ഓർക്കുകയാണ്. മഹാനവറുകൾക്ക് അള്ളാഹു ഫർവിയായ ദറജ ഉയർത്തിക്കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. കാരുണ്യവാനായ ഉടമസ്ഥനായ യജമാനനായ ഞങ്ങളുടെ പടച്ചവനും സൃഷ്ടാവുമായി ഞങ്ങളുടെ ജീവിതവും മരണവും നിയന്ത്രിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ളവനായ കാരുണ്യവാനായ യജമാനനായ അല്ലാഹുവേ, ഞങ്ങളോട് നീ ക്ഷമിക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. നിരുപാധികം ഞങ്ങൾക്ക് മാപ്പ് നൽകണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവേ ഞങ്ങൾ പോലും മറന്നുപോയതുണ്ടാകാം. നീ മാത്രം അറിയുന്നത് രഹസ്യവും പരസ്യവുമായത്, കളിയിലും തമാശയിലും അറിഞ്ഞും അറിയാതെയും ബോധത്തിലും ബോധമില്ലാതെയും എങ്ങനെയൊക്കെയുണ്ടോ എല്ലാം നീ നിരുപാധികം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടി ആണുങ്ങളും പെണ്ണുങ്ങളുമായവർ, അല്ലാഹു ഞങ്ങളോട് ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. ഈ ശഅബാനിൽ തന്നെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും പാപങ്ങൾ കഴുകപ്പെട്ടവരായി ഞങ്ങൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. എല്ലാ തെറ്റുകളും പൊറുപ്പിച്ചു കളയുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ദുആ ഞങ്ങൾ ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഖൽബിനെ നീ കഴുകി ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെ നീ മാറ്റിത്തന്ന് ശുദ്ധിയാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ സ്വഭാവങ്ങളിലെ സ്വഭാവ ദൂഷ്യങ്ങളെ നീ നന്നാക്കി ആ ദൂഷ്യങ്ങളൊക്കെ ഒഴിവാക്കി സജ്ജനങ്ങളെ സ്വഭാവത്തിലേക്ക് ഞങ്ങളെ നീ മാറ്റിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഖൽബിലേക്ക് ഈമാനിൻ്റെ പ്രകാശം നൽകണേ റബ്ബേ. ഹൃദയത്തിൻ്റെ വെളിച്ചം നൽകണേ റബ്ബേ. ഇൽമു കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. അമൽ കൊണ്ട് തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹു നിന്റെ മഅരിഫത്ത് കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണമേ തമ്പുരാനെ.
റഹ്മാനിമേ, ഈ ലോകത്ത് ഞങ്ങൾക്ക് ഖൈറായത് മുഴുവൻ നീ നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറ, പ്രായപൂർത്തിയെത്തി ഞങ്ങളുടെ ആൺമക്കളും പെൺമക്കളും, ചെറിയ മക്കളും വലിയവരും, യുവാക്കളും യുവതികളുമായവർ, അള്ളാഹു ഈ നാട്ടിലുള്ള ബഹുജനങ്ങൾ, ഞങ്ങളെല്ലാവരെയും അള്ളാഹുവെ എല്ലാവിധ ഷർറിൽ നിന്നും കാക്കണേ അല്ലാഹ്. എല്ലാവിധ സആദത്തിൻ്റെ അസ്ബാബുകളും ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. പഠിക്കുന്ന മക്കൾക്ക് നല്ല വിജയവും അറിവും ഓർമ്മശക്തിയും നല്ല മാർക്കും നല്ല അവസരങ്ങളും നൽകി അവരെ നല്ല മക്കളാക്കി നീ വളർത്തണേ പടച്ചവനെ. ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി ഇവിടെയും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും കേരളത്തിൻ്റെ പല നഗരങ്ങളിലും പുറം രാജ്യങ്ങളിലുമൊക്കെ താമസിച്ച് പഠിക്കുന്ന ഞങ്ങളുടെ മക്കള് അല്ലാഹുവരൊക്കെ ഒരു ഫിത്നയിലും ചെന്ന് ചാടാതെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വിവാഹം അന്വേഷിക്കുന്നവർക്ക് യോജിച്ച ഇണകളെ നൽകണേ അല്ലാഹ്. വിവാഹിതരാകാൻ പോകുന്നവർക്ക് നീ സന്തുഷ്ടമായി ജീവിതം നൽകണേ റബ്ബേ. ഒരു ഫിത്നയിലും ഒരു പ്രേമത്തിലും ഒരു ഫിത്നയിലും ചെന്ന് ചാടാതെ ഞങ്ങളുടെ മക്കളൊക്കെ നീ കാക്കണേ പടച്ചവനെ. ചരിത്രശുദ്ധി എന്ന് പറയുന്നൊരു പെണ്ണിൻ്റെയും ആണിൻ്റെയും ഏറ്റവും വലിയ അലങ്കാരം, അത് നഷ്ടപ്പെടാതെ കാക്കണേ പടച്ചവനെ. പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന്, ലഹരികളിൽ നിന്ന്, മറ്റു അപകടങ്ങളിൽ നിങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ അല്ലാഹ്. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവരായി, മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി, ദീനിനോട് ബഹുമാനമുള്ളവരായി, എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ പോലും നിന്റെ ദീനിനും നിന്റെ ശിആറുകൾക്കും ഇഹ്തിറാം ചെയ്യുന്ന മക്കളായി അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെല്ലാവരും നീ മാറ്റിത്തരണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഇനി ഒരു തെറ്റിലേക്ക് പോകാതെ, ഒരു അപകടത്തിലേക്ക്, വലാലത്തിലേക്ക്, ഫിത്നയിലേക്ക്, കുഫറിലേക്ക്, ഷിർക്കിലേക്ക് പോകാതെ നീ കാക്കണേ പടച്ചവനെ. കാരുണ്യവാനായ അല്ലാഹുവേ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ റബ്ബേ. റഹ്മാനിമേ, ഇവിടുത്തെ ഈ മസ്ജിദിന് സ്ഥിര വരുമാനമുണ്ടാക്കാൻ എന്ന ലക്ഷ്യത്തോടുകൂടെ അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ ചെയ്തവർ, ദുആ വസിയത്തുകൾ ചെയ്തേൽപ്പിച്ചവർ എല്ലാം നീ സഫലമാക്കണേ പടച്ചവനെ. അവിടെ ഉദ്ദേശങ്ങൾ എഴുതി തന്നവരും എഴുതാത്തവരും എല്ലാം നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. മരിച്ചുപോയുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അതിൻ്റെ രോഗികൾക്ക് നീ ശിഫ നൽകണേ റബ്ബേ. മക്കളെ നന്നാവാനെന്ന് പറഞ്ഞവർക്ക് നീ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരിൽ സ്വഭാവ ഗുണങ്ങൾ നന്നായി കിട്ടാൻ വേണ്ടി പറഞ്ഞവരുണ്ടവരെ നല്ലവരാക്കി മാറ്റണേ പടച്ചവനെ. വീട് പണി പൂർത്തിയാകാനും തുടങ്ങാനും പോകുന്നവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്തവർക്ക് റബ്ബേ അവർക്കും ഞങ്ങൾക്കും ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ. റഹ്മാൻ ഇവിടുത്തെ മുഅദ്ദിനായി എത്രയോ വർഷങ്ങൾ ജോലി ചെയ്ത് ഇപ്പോഴും മുഅദ്ദിനായി നിൽക്കുന്ന മുഅദ്ദിൻ ദുആരക്കാൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മരിക്കുന്നവരെ മുഅദ്ദിനായി ജോലി ചെയ്യാൻ തൗഫീഖിന് ദുആരക്കണേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതും പറഞ്ഞു. അല്ലാഹു അതൊരു വലിയൊരു ചോദ്യമാണ്. അല്ലാഹു നിവർക്കതിന് തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും പ്രവാസ ലോകത്ത് കഴിയുന്നവർക്ക് നീ ബറക്കത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു നിനക്ക് നന്ദി ചെയ്യുന്നവരാക്കണേ റബ്ബേ. നീ ചെയ്ത നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരാക്കണേ റബ്ബേ. ഖലീലുൻ മിൻ ഇബാദിയ ശകൂർ എന്ന് പറഞ്ഞവരിൽ അല്ലാഹു ആ ഖലീലിൽ ഞങ്ങളെ പെടുത്തി തരണേ പടച്ചവനെ. കാരുണ്യവാനെ, റമളാൻ വരാനിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലൂടെ കഴുകി നീ ശുദ്ധിയാക്കി താ അല്ലാഹ്. ഞങ്ങൾക്ക് നരകമോചനം നൽകണേ പടച്ചവനെ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഇത്ഖും മിനൻ നാറിൻ്റെയും സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ബദരീങ്ങൾ ആണ്ട് വരുമ്പോൾ ആ വിശേഷപ്പെട്ട ദിവസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും അർഹിക്കുന്ന വിധത്തിൽ അതിനെ ബഹുമാനിക്കാനും തൗഫീഖ് നൽകണേ പടച്ചവനെ. കാരുണ്യവാനെ, അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടുകാരിൽ, ബന്ധുക്കളിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർ അവരുടെ ഹജ്ജും ഉംറയും എളുപ്പത്തിലും റാഹത്തിലുമാക്കി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളിൽ അത് നിർവഹിച്ചവർക്കൊക്കെ നീ ഖബൂലിയത്ത് കൊടുത്ത് ആദരിക്കണേ പടച്ചവനെ. മരണത്തിന് മുമ്പ് ഒരുപാട് തവണ 2 ഹറമൈനുകളിലും എത്താൻ തൗഫീഖ് താ പടച്ചവനെ. റഹ്മാൻ മസ്ജിദുൽ അഖ്സയിലും നിന്റെ പരിശുദ്ധങ്ങളായ ഇടങ്ങളിലും പരിശുദ്ധാത്മാക്കളുടെ സജ്ജനങ്ങളുടെ മഖാമുകളിലും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. സ്വാലിഹീങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല സൗഹൃദം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് സുഹ്ബത്ത് സ്വാലിഹീൻ നൽകണേ പടച്ചവനെ. ആഖിബത്ത് നന്നാക്കി മരണം ആസന്നമാകുമ്പോൾ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. ആ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യം നൽകണേ പടച്ചവനെ. ഞങ്ങളും അവിടെ വന്ന് കിടക്കുമ്പോൾ ഞങ്ങളോട് നിന്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകണേ അല്ലാഹ്.
ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ. അത് ഖൈറിൻ്റെയും റിയാദുൻ മിൻ ജന്നയുടെയും ഭാഗമാക്കി തരണേ പടച്ചവനെ. ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നാളെ മഹ്ശറയുടെ അദാബിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഹിസാബും വിചാരണയും എളുപ്പമാക്കണേ റബ്ബേ. നന്മയുടെ തുലാസ് കനം തൂക്കണേ അല്ലാഹ്. സിറാത്ത് വളരെ പെട്ടെന്ന് കടക്കുന്ന ഭാഗ്യം നൽകണേ പടച്ചവനെ. ഹൗദുൽ കൗസർ ഹബീബിൻ്റെ കൈ കൊണ്ട് വാരി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നാളെ അവിടുന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ആ സുംറത്തുൽ ഊലയിൽ ഞങ്ങളെ നീ ചേർത്തി തരണേ പടച്ചവനെ. ഹബീബായി തങ്ങളെ കാണാനും അല്ലാഹുവേ നാളെ നിന്നെ കാണാനും അംബിയാഇനെ കാണാനും സ്വാലിഹീങ്ങളെ കാണാനുമുള്ള ഭാഗ്യം. സാധുക്കളായ കാലങ്ങളിൽ പിറകെ വന്ന അമലുകളും എൽമും കുറഞ്ഞ പാവങ്ങളായ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് താ തമ്പുരാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും തൗഫീഖിനെ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ വീടുകളിലും നാടിലും രാജ്യത്തും സന്തോഷം നിലനിർത്തണേ പടച്ചവനെ. ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ഭാഗ്യം നൽകണേ റബ്ബേ. നരകശിക്ഷയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ബിജാഹി വഹഖ നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. دعاء لك والبرتنا وصيت جيد. السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله ثم الحمد لله. ما شاء الله. ഏറെ സന്തോഷമുണ്ട് ഉസ്താദ്. ഞങ്ങളെ ഈ ചെറിയ ഗ്രാമപ്രദേശത്ത് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വരികയും 2.25 മണിക്കൂർ സമയം വശ്യമനോഹരമായ രീതിയിൽ ഞങ്ങളെ മനസ്സിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഉപദേശങ്ങൾ തന്ന ഉസ്താദിന് ഈ മഹല്ല് ജമാഅത്തിൻ്റെ നാട്ടിൻ്റെ എല്ലാവിധ നന്ദിയും പ്രാർത്ഥനയോടെ സമർപ്പിക്കുകയാണ്. അതിനേറെ ഞങ്ങളെല്ലാ സംവിധാനങ്ങളെയും നിറഞ്ഞ് കവിഞ്ഞ് ഈ മഹലിൻ്റെ എല്ലാ ഇടങ്ങളും സമീപ വീടുകളൊക്കെ നിറഞ്ഞ് കവിയുന്ന വിധത്തിൽ ജനസഞ്ചാരങ്ങൾ ഈ മഹല്ലത്തിലേക്ക് വന്നതിന് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നാളെ ചെറുമോത്ത് ഉസ്താദിൻ്റെ ദുആ സദസ്സിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് ഹൃദ്യമായി ക്ഷണിക്കുന്നു. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.